ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിയമവിരുദ്ധമായി മദ്യവും പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുകയും വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുകയും ചെയ്ത പ്രവാസികൾ അറസ്റ്റിൽ. ദാഖ്ലിയ ഗവർണറേറ്റിലാണ് 23 പ്രവാസികളെ പിടികൂടിയത്. പ്രതികളിൽ 14 പേർ ബംഗ്ലാദേശ് സ്വദേശികളും 8 പേർ പാകിസ്ഥാനികളും ഒരു ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നു. നിസ്ബ വിലായത്തിൽ പോലീസ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുമായി സഹകരിച്ച് ദാഖ്ലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് അനധികൃതമായി ചരക്ക് സൂക്ഷിച്ചതായി കണ്ടെത്തിയത്. ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിക്ക് ഒമാനിൽ ഊഷ്മള വരവേൽപ്പ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി അൽ ആലം കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാഹോദര്യ ബന്ധവും പൊതു താൽപ്പര്യമുള്ള മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്തു. സുൽത്താൻ ഒരുക്കിയ സ്വീകരണത്തിനും ഉദാരമായ ആതിഥ്യ മര്യാദയ്ക്കും സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നന്ദി അറിയിച്ചു. തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു. വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായി സഹകരിച്ചു വരും ദിവസങ്ങളിലും അധികൃതരുടെ പരിശോധനകൾ കൂടുതൽ ഗവർണറേറ്റുകളിലായി തുടരും. മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാമത് എഡിഷന് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ തുടക്കം. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ഫഹദ് ബിൻ അൽ ജുലദ്ദ അൽ സൗദിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. സർഗവസന്തം മെയ് 3 വരെ തുടരും. വടക്കൻ ഷെർക്യ ഗവർണറേറ്റാണ് ഇത്തവണ അതിഥി ഗവർണറേറ്റ്. പുസ്തകമേളയിൽ ഷെർക്യയുടെ സാംസ്കാരിക തനിമയും പൈതൃകവും അടയാളപ്പെടുത്തും. 10 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുസ്തകമേളയിൽ എല്ലാ ദിവസവും പ്രദർശനമുണ്ടാകും. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെ പുസ്തക നഗരിയിൽ പ്രവേശനം അനുവദിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കുമായിരിക്കും പ്രവേശനം. വാരാന്ത്യ ദിവസങ്ങൾ ഒഴികെ ദിവസങ്ങളിൽ ഉച്ചവരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും പ്രവേശനത്തിന് മുൻഗണന നൽകും. അതിഥി ഗവർണറേറ്റായ വടക്കൻ ഷെർക്യയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളങ്ങൾ, ശാസ്ത്രീയവും മാനുഷികവുമായ നേട്ടങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആധുനിക ജീവിതത്തിന്റെ ഘടകങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന സാംസ്കാരിക പരിപാടികളും പ്രവർത്തനങ്ങളും ഉണ്ടാകും. ഷെർക്യയുടെ സാംസ്കാരിക, ചരിത്ര, ശാസ്ത്രീയ, മാനുഷിക പൈതൃകം ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം സമകാലിക ജീവിതശൈലിയും വിലായത്തുകളിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളും പ്രദർശിപ്പിക്കുമെന്ന് ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി വ്യക്തമാക്കി. മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാമത് പതിപ്പിൽ ഉദ്ഘാടന വേദിയിൽ ശ്രദ്ധേയമായിക്കൊണ്ട് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ സാന്നിധ്യം. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സെയ്ദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെയും ഇൻഫർമേഷൻ മന്ത്രിയും പ്രധാന സംഘാടക സമിതി ചെയർമാനുമായ ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസിയുടെയും മറ്റ് മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഷാർജ ഭരണാധികാരിയെ വരവേറ്റു. തന്റെ ഏറ്റവും പുതിയ കൃതിയായ ദി പോർച്ചുഗീസ് ഇൻ ദി സീ ഓഫ് ഒമാൻ എന്ന പുസ്തകത്തിന്റെ ആദ്യ പകർപ്പുകളിൽ അദ്ദേഹം ഒപ്പുവെച്ചു. പുസ്തകമേളയിലെ പ്രദർശന ഹാളുകൾ ഷെയ്ഖ് സുൽത്താൻ ചുറ്റിക്കണ്ടു. ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ ബുദൂർ ബിൻ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും ഉന്നതതല പ്രതിനിധികളും സുൽത്താൻ അൽ ഖാസിമിയെ അനുഗമിച്ചു. ഇന്ത്യയിലേക്കുള്ള വ്യോമപാത പാകിസ്ഥാൻ അടച്ചതിനാൽ ഒമാൻ ഇന്ത്യ വിമാനങ്ങൾ വൈകാൻ സാധ്യത. എല്ലാ വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിടുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. ഒമാനും ഇന്ത്യക്കും ഇടയിൽ വിമാന സർവീസുകൾ വഴിതിരിച്ചു വിടേണ്ടിവരും. ദീർഘദൂര സർവീസുകളെ ആശ്രയിക്കേണ്ടി വരും. വടക്കേ അമേരിക്ക, UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചും ഇന്ത്യൻ വിമാനങ്ങൾ പകരം മാർഗം തേടും. ചില വിമാനങ്ങൾ ഒരു ദീർഘിപ്പിച്ച റൂട്ട് സ്വീകരിക്കുമെന്ന് വ്യാഴാഴ്ച എയർ ഇന്ത്യ അറിയിച്ചു. ഈ അപ്രതീക്ഷിത വ്യോമാതിർത്തി അടച്ചിടൽ മൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു.
കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ പുതിയ ഗതാഗത നിയമം പ്രാബല്യത്തിൽ വന്നു. പ്രധാന ലംഘനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗം, റോഡ് അടയാളങ്ങൾ പാലിക്കാതിരിക്കുക, തെറ്റായ ദിശയിലേക്ക് വാഹനമോടിക്കുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. എന്നാൽ നിലവിൽ വന്ന പുതിയ ഗതാഗത നിയമത്തിൽ മേക്കപ്പിൽ തൽപരരായ സ്ത്രീകൾക്കായി ഒരു നിയമം തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നു. പുതിയ നിയമപ്രകാരം വാഹനമോടിക്കുന്നതിനിടെ മേക്കപ്പ് ഇടുന്ന സ്ത്രീകളിൽ നിന്നും 75 കുവൈറ്റ് ദീനാർ പിഴയായി ഈടാക്കാനാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള അശ്രദ്ധമായ ഡ്രൈവിംഗ് തടയുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ കുവൈറ്റിൽ പുതിയ ഗതാഗത നിയമം പ്രാബല്യത്തിൽ വന്നത്. കുവൈറ്റിലെ ലഫ്റ്റനന്റ് കേണൽ യൂസുഫ് അൽ റബാഹ് പറയുന്നത് പ്രകാരം വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും സമാനമായ ലംഘനം തന്നെയാണ് വാഹനമോടിക്കുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നതും എന്നതാണ്. കുറ്റം ആവർത്തിക്കുന്നവർക്ക് കൂടുതൽ വലിയ പിഴകൾ നേരിടേണ്ടി വന്നേക്കാം. 2024 റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കുവൈറ്റിൽ പുതിയ തീരുമാനം. 14 വയസ്സിന് താഴെയുള്ള 11 കുട്ടികൾ ഉൾപ്പെടെ 284 റോഡ് അപകട മരണങ്ങളാണ് കഴിഞ്ഞ വർഷം കുവൈറ്റിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത്. കുവൈറ്റിലെ പ്രമുഖ വ്യക്തികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഈ വിഷയത്തിൽ അവബോധം വ്യാപിപ്പിക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിവസം നിയമലംഘനങ്ങളിൽ 71% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഗതാഗത വകുപ്പ് ഓട്ടോമാറ്റിക് മോണിറ്ററിംഗ് ക്യാമറകൾ എന്നിവ കണ്ടെത്തിയ ലംഘനങ്ങളുടെ എണ്ണത്തിലാണ് ഈ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുവൈറ്റിൽ ഗതാഗത രംഗത്ത് അച്ചടക്കം വർദ്ധിപ്പിക്കുന്നതിനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ 1976 ഗതാഗത നിയമത്തിൽ നിരവധി പരിഷ്കാരങ്ങൾ വരുത്തി ഏപ്രിൽ 22 പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. പുതിയ ഗതാഗത നിയമം അനുസരിച്ച് കടുത്ത ലംഘനങ്ങൾക്ക് കനത്ത പിഴയും ജയിൽ തടവും ഉണ്ടാകും. എല്ലാ ലംഘനങ്ങൾക്കുമുള്ള പിഴത്തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ അവർ നൽകിയ മൂല്യവർദ്ധിത നികുതി തിരികെ ലഭിക്കും. രാജ്യത്തെ താമസത്തിനിടയിൽ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നൽകുന്ന 15% മൂല്യവർദ്ധിത നികുതിയാണ് തിരികെ പോകുമ്പോൾ റീഫണ്ടായി ലഭിക്കുന്നത്. പുതിയ വാറ്റ് ഇളവ് പ്രാബല്യത്തിൽ വന്നതായി സകാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു. പുതുക്കിയ ചട്ടങ്ങൾ അനുസരിച്ച് അംഗീകൃത സേവന ദാതാക്കളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന യോഗ്യരായ ടൂറിസ്റ്റുകൾക്ക് വാറ്റ് നിരക്ക് 0% വിനോദസഞ്ചാരികൾ സൗദി അറേബ്യയിൽ നിന്നും മടങ്ങുന്ന സമയത്താണ് താമസത്തിനിടെ അടച്ച വാറ്റ് തുക തിരികെ ലഭിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കുള്ള നികുതി റീഫണ്ട് പ്രക്രിയ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സേവന ദാതാക്കളെ സകാത്ത് ആൻഡ് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി ചുമതലപ്പെടുത്തി. അതേസമയം നിയമവിരുദ്ധമായ രീതിയിൽ വാറ്റ് റീഫണ്ട് നേടിയെടുക്കുന്ന ടൂറിസ്റ്റുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അംഗീകൃത സേവന ദാതാക്കളായിരിക്കും ഇതിന് ഉത്തരവാദികളെന്നും സൗദി ഗസറ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു. മറ്റ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെയും വാറ്റ് റീഫണ്ടുകളുടെ കാര്യത്തിൽ GCCക്ക് പുറത്തുള്ള വിനോദസഞ്ചാരികളെപ്പോലെ തന്നെ പരിഗണിക്കും.